നമസ്കാരം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിബഞ്ചേഴ്സ്. എ ഡിബഞ്ചർ ഈസ് എ സർട്ടിഫിക്കറ്റ് ഓർ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി under its seal as an acknowledgement of its debt. Debenture holders are creditors of the company. Debenture holders are paid a fixed rate of interest at specified intervals. Zero interest debenture do not carry any rate of interest. The difference between the face value of the debenture and its purchase price is the return to the investor. അപ്പോൾ ഡിബഞ്ചർ എന്നത് കമ്പനി പൊതുജനങ്ങളിൽ നിന്നും പണം കടം വാങ്ങുമ്പോൾ കടം വാങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഡോക്യുമെന്റ് അവർക്ക് നൽകുന്നു. ഇതിനെയാണ് നമ്മൾ കടപ്പത്രം എന്ന് പറയുന്നത്. കമ്പനിയുടെ വായ്പാ മൂലധനത്തിൽ ഉൾപ്പെടുന്നതാണ് ഡിബഞ്ചർ. കമ്പനി പൊതുജനങ്ങളിൽ നിന്നും വായ്പ വാങ്ങുമ്പോൾ അതിന് നൽകുന്ന ഒരു രേഖ. ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അവർക്ക് നിശ്ചിത ശതമാനം നിരക്കിൽ പലിശ നൽകണം. കമ്പനിക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും കൃത്യമായ ഇടവേളകളിൽ ഡിബഞ്ചറിന് പലിശ നൽകണം. എന്നാൽ സീറോ ഇൻട്രസ്റ്റ് ഡിബഞ്ചർ എന്ന ഡിബഞ്ചറിൽ പലിശയല്ല അവർക്ക് നൽകുന്നത്. ആ ഡിബഞ്ചർ അതിൻ്റെ മുഖവിലയേക്കാൾ താഴ്ന്ന ഒരു റേറ്റിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. പർച്ചേസ് പ്രൈസും ഫേസ് വാല്യൂവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമായിരിക്കും ഡിബഞ്ചർ വാങ്ങുന്ന വ്യക്തികൾക്ക് ഉള്ള വരുമാനം എന്ന് പറയുന്നത്. ദെൻ ഡിബഞ്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. എ ഡിബഞ്ചർ ഈസ് ആൻ അക്നോളജ്മെന്റ് ഓഫ് ഡെറ്റ് ഓഫ് എ കമ്പനി. കമ്പനി കടം വാങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയാണ് ഡിബഞ്ചർ. ഡിബഞ്ചർ റെപ്രസെന്റ് ബോറോഡ് ക്യാപിറ്റൽ. കമ്പനിയുടെ വായ്പാ മൂലധനത്തിൽ ഉൾപ്പെടുന്നതാണ് കടപ്പത്രം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. കടപ്പത്ര ഉടമകളെ കമ്പനിയുടെ കടക്കാരായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സ് ആണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ക്രെഡിറ്റേഴ്സ് ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഹാവ് നോ വോട്ടിംഗ് റൈറ്റ്. കമ്പനിയുടെ കടക്കാരായതുകൊണ്ട് തന്നെ ഇവർക്ക് കമ്പനിയുടെ ദൈനംദിന ഭരണകാര്യങ്ങൾക്കുള്ള വോട്ടവകാശം ഇല്ല. ദെൻ ഡിബഞ്ചർ മേ ഇൻവോൾവ് എ ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി. പലപ്പോഴും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയുടെ ഏതെങ്കിലുമൊക്കെ അസറ്റുകൾ പണയപ്പെടുത്തിയിട്ട് ആയിരിക്കും. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഡിബഞ്ചർ. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ട് എ ഫിക്സഡ് ഇൻകം അറ്റ് ലെസർ റിസ്ക്. ദേ ഗ്യാരണ്ടി എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നഷ്ടസാധ്യത കുറവുള്ള സ്ഥിര വരുമാനം ലഭിക്കുന്നതുമായ നിക്ഷേപങ്ങളിൽ മുതൽ മുടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമാണ് ഡിബഞ്ചർ. കാരണം ഒരാൾ ഷെയറിലാണ് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കമ്പനിക്ക് ലാഭമുണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് ലാഭവിഹിതം ലഭിക്കുകയുള്ളൂ. ഏതെങ്കിലും വർഷം കമ്പനിക്ക് നഷ്ടമാണ് അല്ലെങ്കിൽ ലാഭം അപര്യാപ്തമാണെങ്കിൽ ഷെയർ ഹോൾഡർക്ക് ഒന്നും ലഭിക്കില്ല. എന്നാൽ ഡിബഞ്ചർ ആണെങ്കിൽ കമ്പനിക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നിശ്ചിത നിരക്കിലുള്ള പലിശ ഇദ്ദേഹത്തിന് ലഭിക്കും. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ് ഈസ് എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ്, സോ ടാക്സ് സേവിംഗ് ഈസ് പോസിബിൾ. കമ്പനിയെ സംബന്ധിച്ച് ഡിബഞ്ചറിന്മേൽ നൽകുന്ന പലിശ സ്ഥാപനത്തിൻ്റെ വരുമാനത്തിൽ നിന്നും കുറവ് ചെയ്യാം. അപ്പോൾ ഈ പലിശ കുറച്ചതിന് ശേഷമുള്ള വരുമാനത്തിന്മേൽ മാത്രം കമ്പനി ടാക്സ് അടച്ചാൽ മതിയാകും. Then, as debentures do not carry voting right, financing through debentures does not dilute control of equity shareholders on management. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടവകാശമില്ല എന്ന് നാം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പുതിയ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്ത് കമ്പനി പണം സ്വരൂപിക്കുമ്പോൾ അത് നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അധികാരത്തിൽ ഒരു കുറവും വരുത്തില്ല. Then, debentures are fixed charge fund and do not participate in the profit of the company. നിശ്ചിത നിരക്കിലുള്ള പലിശ മാത്രം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നൽകിയാൽ മതി. കമ്പനിക്ക് അധിക ലാഭമുണ്ടെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരിക്കലും ഈ ലാഭത്തിൻ്റെ പങ്ക് നൽകേണ്ടതില്ല. It provides flexibility to the capital structure as debentures can be redeemed at any time when company has surplus fund. കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും കടപ്പത്രത്തിൻ്റെ തുക തിരികെ നൽകാം. കമ്പനിക്ക് ഫലവത്തായി ക്യാപിറ്റൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പണം തിരികെ നൽകുന്നതിന് കമ്പനിക്ക് സാധിക്കും.
Debentures enable the company to the advantage of trading on equity. കടപ്പത്രങ്ങൾക്ക് നൽകേണ്ട പലിശയേക്കാൾ അധികം കമ്പനി ലാഭം നേടുന്നുണ്ടെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ആദായകരമാണ്. കുറഞ്ഞ പലിശയ്ക്ക് നമുക്ക് കിട്ടുന്ന തുക നാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനേക്കാൾ ഉയർന്ന ലാഭം കമ്പനിക്ക് നേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അധിക ലാഭം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്നു. അതിനാണ് നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജസ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് ആൻ ഒബ്ലിഗേഷൻ ടു ദ കമ്പനി. ഇറ്റ് ഈസ് ടു ബി പെയ്ഡ് ആനുവലി റെസ്പെക്റ്റീവ് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയെ സംബന്ധിച്ച് ഡിബഞ്ചറിന്മേൽ നൽകേണ്ട പലിശ ഒരു സ്ഥിര ബാധ്യതയാണ്. കമ്പനിക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നിശ്ചിത നിരക്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പലിശ നൽകേണ്ടിയിരിക്കുന്നു. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഡു നോട്ട് എൻജോയ് എനി വോട്ടിംഗ് റൈറ്റ് ഇൻ ദ കമ്പനി. കടപ്പത്ര ഉടമകൾക്ക് കമ്പനിയുടെ ദൈനംദിന ഭരണകാര്യങ്ങളിൽ വോട്ടവകാശം ഇല്ല. ഡിബഞ്ചർ ഈസ് ടു ബി റീപെയ്ഡ് ഈവൻ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി. നിശ്ചിത കാലത്തിന് ശേഷം ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ തുക തിരികെ നൽകണം. അങ്ങനെ പണം തിരികെ നൽകേണ്ട സാഹചര്യത്തിൽ കമ്പനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ പോലും ഈ തുക നമ്മൾ കൃത്യമായിട്ടും തിരിച്ചു നൽകേണ്ടിയിരിക്കുന്നു. Debenture issue may not be possible beyond a certain limit due to inadequacy of assets to be offered as security. കടപ്പത്ര ഉടമകൾക്ക് കമ്പനിയുടെ ആസ്തികൾ പണയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു പരിധിയിലധികം തുക ഈ മാർഗത്തിലൂടെ നമുക്ക് സമാഹരിക്കാൻ സാധിക്കില്ല. Then types of debentures. ഒന്ന്, secured or unsecured debentures. Secured debentures are issued with a charge on the assets of the company. Unsecured debenture holders have no charge on the assets of the company. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനികളുടെ ആസ്തികൾ പണയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സെക്യൂർഡ് ഡിബഞ്ചർ അല്ലെങ്കിൽ മോർഗേജ് ഡിബഞ്ചർ എന്ന് വിളിക്കുന്നത്. കമ്പനിയുടെ ഒരു അസറ്റും പണയപ്പെടുത്താതെയാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കും. ദെൻ രജിസ്റ്റേർഡ് ആൻഡ് ബെയറർ ഡിബഞ്ചേഴ്സ്. Registered debentures are those which are duly recorded in the register of debenture holders maintained by the company. They cannot be transferred by mere delivery. It requires a transfer deed. The debentures which are transferable by mere delivery are called bearer debentures. The company keeps no record of the holders of these debentures. അപ്പോൾ കടപ്പത്ര ഉടമകളുടെ പേര്, വിലാസം മുതലായ കാര്യങ്ങളെല്ലാം കമ്പനിയിൽ സൂക്ഷിച്ചിരിക്കുന്ന രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് വിളിക്കുന്നു. ഡിബഞ്ചർ ഹോൾഡറിനെ സംബന്ധിച്ച വിവരങ്ങളൊന്നും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ ബെയറർ ഡിബഞ്ചർ അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്നാണ് വിളിക്കുന്നത്. അൺരജിസ്റ്റേർഡ് ഡിബഞ്ചർ ഫ്രീ ആയി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്നാൽ രജിസ്റ്റേർഡ് ഡിബഞ്ചർ ട്രാൻസ്ഫർ ഡീഡിലൂടെ മാത്രമേ കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. Convertible debentures are those debentures that can be converted into equity shares after the expiry of a specified period. On the other hand, non-convertible debentures are those which cannot be converted into equity shares. ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം ഡിബഞ്ചറിനെ ഇക്വിറ്റി ഷെയറായി മാറ്റുവാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് വിളിക്കുന്നു. ഒരിക്കലും ഡിബഞ്ചറിനെ ഷെയറാക്കി മാറ്റാൻ പറ്റില്ലെങ്കിൽ അതിനെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കും. ഇനി നമുക്ക് ഡിബഞ്ചറിനെ റെഡീമബിൾ ഡിബഞ്ചർ, ഇറഡീമബിൾ ഡിബഞ്ചർ എന്ന് ക്ലാസിഫൈ ചെയ്യാം. റെഡീമബിൾ ഡിബഞ്ചർ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം പണം തിരികെ കൊടുക്കുന്നു. ഇറഡീമബിൾ ഡിബഞ്ചർ സാധാരണഗതിയിൽ കമ്പനിയുടെ വൈൻഡിംഗ് അപ്പ് സ്റ്റേജിൽ മാത്രമേ പണം തിരികെ നൽകാറുള്ളൂ. ദെൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിബഞ്ചേഴ്സ്. കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പണം തിരികെ നൽകുമ്പോൾ ഏറ്റവും ആദ്യം ലഭിക്കുന്ന കൂട്ടരെയാണ് ഫസ്റ്റ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇവരുടെ തുക തിരികെ നൽകിയതിന് ശേഷം മാത്രമായിരിക്കും സെക്കൻഡ് ഡിബഞ്ചേഴ്സിൻ്റെ തുക കമ്പനി തിരികെ നൽകുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സ്. ഷെയർ റെപ്രസെൻറ്റ്സ് ഓണർഷിപ്പ് സെക്യൂരിറ്റി ആൻഡ് ഡിബഞ്ചേഴ്സ് ആർ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ്. എ ഷെയർ ഹോൾഡർ ഈസ് ആൻ ഓണർ ഓഫ് ദി കമ്പനി. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ
യെസ്, ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. ഷെയർ ഹോൾഡർ ഗെറ്റ്സ് ഡിവിഡൻറ്റ്, ലാഭവിഹിതമാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ആണ് ലഭിക്കുന്നത്. റേറ്റ് ഓഫ് റിട്ടേൺ, ഷെയറിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. അതാത് വർഷത്തെ ലാഭത്തിനനുസരിച്ച് ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന ലാഭവിഹിതം വ്യത്യാസപ്പെടുന്നു. എന്നാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അവർക്ക് നിശ്ചിത നിരക്കിലുള്ള പലിശയാണ് ലഭിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടവകാശമില്ല. ഷെയർ കനോട്ട് ബി റിഡീംഡ്, കമ്പനിയുടെ വൈൻഡിങ് അപ്പ് സ്റ്റേജിൽ മാത്രമേ ഷെയറിൻ്റെ തുക തിരികെ നൽകാറുള്ളൂ. എന്നാൽ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി റിഡീംഡ്, കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ തുക തിരികെ നൽകാവുന്നതാണ്. Then it is the time to test your understanding. Thank you for your cooperation. Thanks.